നമസ്കാരം. ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം ഒറ്റനോട്ടത്തിൽ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബം. തങ്ങളെ കോൺഗ്രസ് പാർട്ടി ചതിച്ചുവെന്ന് കുടുംബം. പലതവണ കോൺഗ്രസ് നേതൃത്വത്തോട് പരാതിപ്പെട്ടിട്ടും പരിഹാരം കണ്ടില്ലെന്നും കുടുംബം. കോൺഗ്രസ് നേതാക്കളുണ്ടാക്കിയ കടബാധ്യത തീർക്കാതെ തങ്ങളെ വഞ്ചിച്ചു. പ്രിയങ്ക ഗാന്ധി കാണാൻ അനുവദിച്ചില്ല. കൂട്ടാത്മഹത്യ ചെയ്താൽ ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA എന്നും NM വിജയന്റെ കുടുംബം. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറില്ലെന്ന് വ്യക്തമാക്കി K സുധാകരൻ. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കള്ളപ്രചാരണം. അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറാൻ ആരും തന്നോട് പറഞ്ഞിട്ടില്ലെന്നും സുധാകരൻ. ഒരു ചർച്ചയും നടന്നിട്ടില്ല. താങ്കളുടെ അനാരോഗ്യം ആണ് പ്രശ്നം? അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അനാരോഗ്യം ഉണ്ടെന്ന് കേസിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുമല്ലോ. രാഹുൽ ഗാന്ധിയുമായി അങ്ങ് ചർച്ച നടത്തുന്നു, മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്തത്? കേരളത്തിലെ ഒരു നേതൃമാറ്റമാണോ ചർച്ച ചെയ്തത്? കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങ് മാറുന്നുണ്ടോ? നാളെയും അങ്ങ് തന്നെയാണോ എന്നാണ് എൻ്റെ വിശ്വാസം. സുധാകരന് പിന്തുണയുമായി K മുരളീധരൻ. KPCCയെ നയിക്കാൻ കരുത്തന്മാർ വേണം. സുധാകരന് കരുത്ത് ചോർന്നതായി തോന്നുന്നില്ലെന്ന് K മുരളീധരൻ. ഇങ്ങനെ എപ്പോഴും ചർച്ച നടക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമല്ല. ഈ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിന് മാത്രം ആരോഗ്യക്കുറവ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനൊന്നും ഒരു കുറവുമില്ല. സുധാകരനെ മാറ്റുന്നതിനെതിരെ ആലുവയിൽ പ്രതിഷേധ പോസ്റ്റർ. സുധാകരനെ മാറ്റിയാൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. കാണിക്കുന്നത് പൊട്ടിത്തെറി ഉറപ്പ്. ഇപ്പം തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പൊട്ടിത്തെറി ഉണ്ടാവും. കാരണം അദ്ദേഹത്തെ പിന്തുണക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാരാണുള്ളത്. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവർ ആരെങ്കിലും ആയിരിക്കണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന്. അപ്പോൾ വരാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കേട്ട വാർത്തയനുസരിച്ച് മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തെ ആരും കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തിരിച്ചറിയില്ല എന്നുള്ളതാണല്ലോ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രാജചന്ദ്രശേഖർ പരിഹാസ്യനാകരുതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ഇടുക്കിയിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ സമാപനത്തിൽ റാപ്പർ വേടൻ പാടും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് നാളെ വേടൻ പരിപാടി അവതരിപ്പിക്കുക. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. 1ാം ഘട്ട വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർധന സംസ്ഥാനത്തിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ടൂറിസം വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുന്ന ഒന്നാണ് ഇവിടെ 1ാം ഘട്ടം പൂർത്തിയാകുന്ന ഈ പദ്ധതി. സംസ്ഥാനം ടൂറിസം രംഗത്ത് വലിയൊരു കുതിപ്പിലാണ് നിൽക്കുന്നത്. വിനോദസഞ്ചാരികൾ ആഭ്യന്തര സഞ്ചാരികളുമുണ്ട്, വിദേശ സഞ്ചാരികളുമുണ്ട്. പത്മശ്രീ KV റാബിയ അന്തരിച്ചു. വിട പറഞ്ഞത് സാക്ഷരതാ രംഗത്ത് അതുല്യ സംഭാവന നൽകിയ സാമൂഹിക പ്രവർത്തക. നിരവധി പേർക്ക് അക്ഷര വെളിച്ചം പകർന്ന വ്യക്തിയെയാണ് നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി. തൃശൂർ പൂരത്തിനൊരുങ്ങി നാടും നഗരവും. സാമ്പിൾ വെടിക്കെട്ടിനായി തയ്യാറെടുപ്പുകൾ. ചമയപ്രദർശനത്തിന് തുടക്കം. പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. തൃശ്ശൂർ കഴിഞ്ഞ പൂരത്തിൻ്റെ പ്രശ്നം ആ സന്ദർഭത്തിൽ തന്നെ എല്ലാ നിലപാടും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഒരു റിപ്പോർട്ടും അവഗണിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല.
റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണുള്ളത്. ആ കാര്യത്തിൽ ഈ പ്രശ്നത്തിലും അത്തരമൊരു നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിനുണ്ടാകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമസേനാ മേധാവിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള യോഗം അവസാനിച്ചു. രാജ്യത്തെ വിവിധ സേനകളുടെ പരിശീലനവും വിലയിരുത്തി. പുലിപ്പല്ലി കേസിൽ വേടനെതിരായ സമീപനം ശരിയല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വേടന്റെ കാര്യത്തിൽ തുടുക്കപ്പെടാൻ കാരണം എന്തെന്ന് പരിശോധിക്കണം. വനംവകുപ്പ് പുനഃപരിശോധന നടത്തിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നുവെന്നും തെറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കില്ലെന്നും TP രാമകൃഷ്ണൻ സ്വീകരിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ പുലിനഖം കെട്ടി മാല ഇടുക എന്നതൊക്കെയുള്ള ഒരു സാധാരണ രീതിയാണത്. അത് ആ നിലയിലാണ് കാണുന്നത്. അതിങ്ങനെ വളരെ വികാരപരമായി ഇന്നലെയോ മെന്നാന്നോ മറ്റോ മൃഗത്തെ കൊന്ന് നഖമെടുത്ത് കൊമ്പെടുത്ത് എന്നുള്ള രീതിയിൽ അത്തരം പ്രശ്നങ്ങളെ സമീപിക്കുന്നത് ശരിയല്ല. തീർച്ചയായും വനം വകുപ്പ് തന്നെ അതൊരു പുനഃപരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴുത്തിൽ ഒരു പുലിനഖത്തിൻ്റെ മാലയിട്ടു, വീടിൽ എന്തെങ്കിലും മൃഗങ്ങൾ കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം മൂലം കൃഷി നശിച്ച സംഭവത്തിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി P. പ്രസാദ്. കൃഷിനാശത്തിന്റെ കണക്കെടുക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഉഷ്ണതരംഗം മൂലമുള്ള കൃഷിനാശത്തിനും സഹായം നൽകുമെന്നും മന്ത്രി P. പ്രസാദ്. കുറവ് വന്ന ആളുകൾക്ക് അതിൻ്റെ കണക്ക് എടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനയായി അതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഒരു വെള്ളം കയറുന്നതിൻ്റെയും അല്ലെങ്കിൽ ഉപ്പുവെള്ളം കയറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉഷ്ണതരംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മീനച്ചിലാറ്റിലെ അമ്പലക്കടവിൽ നിന്നുമാണ് മൃതദേഹം കിട്ടിയത്. മുണ്ടക്കയം സ്വദേശി ആൽബിനെയാണ് കണ്ടെത്തിയത്. മറ്റ് വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച. 22 പവൻ സ്വർണം നഷ്ടമായി. മഞ്ചേശ്വരം ബീച്ച് റോഡിലെ നവീൻ മൊന്തേരയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. താമരശ്ശേരി മുക്കം റോഡിൽ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന അമൃതാനന്ദമായി സത്സംഗ സമിതി മന്ദിരത്തോട് ചേർന്ന കിണറ്റിൽ മൃതദേഹം കണ്ടെത്തി. വൃന്ദാവൻ എസ്റ്റേറ്റിൽ താമസിക്കുന്ന സദീപ് എന്ന ബൈജുവാണ് മരിച്ചത്. വെഴുപ്പൂർ ബസ് സ്റ്റോപ്പിന് സമീപമാണ് സംഭവം. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. 120ഓളം പേജുള്ള കുറ്റപത്രമാണ് ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ, ബലാത്സംഗ ശ്രമം, ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പാലക്കാട് ചിറ്റൂരിൽ 446 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പെരുമാട്ടി മല്ലൻചള്ള സ്വദേശി നാനേഷിന്റെ വീട്ടുപറമ്പിൽ നിന്നാണ് സ്പിരിറ്റ് ശേഖരം എക്സൈസ് പിടികൂടിയത്. തമിഴ്നാട് തിരുവാറൂർ ജില്ലയിലെ തിരുതുറൈപ്പൂണ്ടിക്ക് സമീപം വാഹനാപകടത്തിൽ 4 മലയാളികൾക്ക് ദാരുണാന്ത്യം. 3 പേർക്ക് സാരമായി പരുക്കേറ്റു. തിരുവനന്തപുരത്തു നിന്നും വേളാങ്കണ്ണിയിലേക്ക് പോവുകയായിരുന്ന വാനും ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം കേശവദാസപുരത്ത് വാഹനത്തിന് തീപിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഓട്ടോയും കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. മാങ്കാട്ട് സ്വദേശി സുനിലാണ് മരിച്ചത്. കാസർഗോഡ് എളേരിത്തട്ടിൽ വാഴയുടെ കൈവെട്ടിയെന്നാരോപിച്ച് ആദിവാസി യുവാവിന് നേരെ ആക്രമണം. സംഭവത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തു. പ്രജി, രേഷ്മ, രതീഷ്, നിതിന എന്നിവർക്കാണ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത്. കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. കിളികൊല്ലൂർ സ്വദേശി ഓമനക്കുട്ടനാണ് ആത്മഹത്യ ചെയ്തത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് SI ആയിരുന്നു. ആത്മഹത്യാ കാരണം വ്യക്തമല്ല. ആലുവയിൽ ബാർ ജീവനക്കാരനെ 3-അംഗ സംഘം കുത്തി പരുക്കേൽപ്പിച്ചു. ആലുവ മഹിളാലയം കവലയിലെ പാർക്ക് ആർക്കേഡിയ എന്ന ബാറിലെ ജീവനക്കാരനായ ഗണേശനാണ് കുത്തേറ്റത്. സംഭവത്തിൽ 3 പേരെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുത്തേറ്റ ഗണേശൻ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.